ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തേതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ പോകുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ്, ഷാർജ ഗോൾഡ് സൂക്കിലോട്ട്. ഇപ്പം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ടേക്ക്. നല്ല രസമാണ് അവിടെ പോകാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും. അപ്പോൾ ഞാൻ വഴി ഓരോന്ന് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, അതാണ് ഗോൾഡ് സൂക്ക്. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് സൗദി പള്ളി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നതും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു പാർക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് പേര് നടക്കാനൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്ന് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ എണീറ്റ് സൂക്കിലോട്ട് പോവുകയാണ്. കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സൂക്കിൻ്റെ ഫുൾ ഭാഗം നമുക്ക് കാണാനും പറ്റും കേട്ടോ. നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ആ ഭാഗത്തോട്ട് പോവാം. അപ്പം ഇതാണ് സൂക്ക്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടൊരു പാർക്കൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ ഈ വർക്കും അതുപോലെ തന്നെ ബ്ലൂ കളർ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിന് 2 സെക്ഷനായിട്ടാണുള്ളത്, ഗോൾഡിൻ്റെയും ഡ്രസ്സിൻ്റെ. ഇവിടെ വന്നിട്ട് ഡ്രസ്സിൻ്റെതാണ്. എനിക്ക് തോന്നുന്നു ഡ്രസ്സുകളൊക്കെ അറബിക് സ്റ്റൈലിലുള്ള ഡ്രസ്സുകളാണ് ഒരുപാടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസികളും ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല, കാരണം ഒരുപാട് നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിന് തൊട്ട സൈഡിലായിട്ടൊരു സിൽവറിൻ്റെ ഷോപ്പുണ്ട്. അവിടെ ഒരുപാട് സിൽവറിൻ്റെ മാലകളൊക്കെ ഉണ്ട്, സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നതാണ് കേട്ടോ ഈ ഒരു കോണ്. ഇത് പല സൈസിൽ നമുക്ക് കിട്ടും, അതായത് വലുതും ചെറുതായിട്ട്. നമ്മളൊരു ചെറിയൊരു കപ്പാണ് വാങ്ങി, അതിന് 10 ദിർഹമാണ്. പിന്നെ അവരുണ്ടാക്കുന്നതൊക്കെ നോക്കി. ഇതിന് വന്നിട്ട് നല്ല എരിവ് പുളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ആ കപ്പും വാങ്ങി നമ്മൾ അതിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. കുറേ ഷോപ്പുകളൊക്കെ നോക്കി. പിന്നെ വിചാരിച്ചു എവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ നമ്മൾ വിചാരിച്ചതിന് മുകളിലോട്ട് പോകാനാണ്. അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു, കോണൊക്കെ കഴിച്ചു. ഇതിന് പിന്നിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. സിൽവറിൻ്റെതാണ് കൂടുതലും കാണാൻ പറ്റുക. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരിട്ട് ഗോൾഡിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ് പോയത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എനിക്ക് തോന്നുന്നു ദുബായ് ഗോൾഡ് സൂക്കിൻ്റെ അത്ര വലുപ്പമൊന്നും ഇല്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല, പുറത്തുനിന്നാണ് എല്ലാം കണ്ടത്. എല്ലാ ജ്വല്ലറികളിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റും. അതുപോലെ വലിയ വലിയ മാലകളാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഡിസൈനിൽ വരുന്ന മാലകളും ബാംഗിൾസ് കാര്യങ്ങളൊക്കെയാണ് എല്ലാ ജ്വല്ലറികളിലും ഉള്ളത്. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ വേറൊരു ഭാഗത്തും കൂടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗമാണ് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും ജ്വല്ലറികളും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ടാറ്റ.